കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നാടിനെ ഒന്നാകെ വിറപ്പിച്ച ഒരു ദാരുണമായ ഒരു കൊലപാതകം നടന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വരുന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിവരങ്ങളാണ്. സ്വന്തം കുടുംബം പോറ്റാൻ, മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ മറ്റു വീടുകളിൽ ജോലിക്ക് പോയിരുന്ന 2 മക്കളുടെ ഉമ്മയായ ഫൗസിയ എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് കൊല്ലപ്പെട്ടത്. 37 വയസ്സുള്ള ഫൗസിയ നിരന്തരമായ ഗാർഹിക പീഡനങ്ങൾ സഹിച്ചാണ് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ഭർത്താവ് ഹുസൈൻ എന്ന് പറയുന്ന നരാധമൻ സ്ഥിരമായി മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചും ആ വീട്ടിലേക്ക് എത്തുകയും ബഹളമുണ്ടാക്കുകയും ഫൗസിയെ ക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് പതിവായിരുന്നു. സ്വന്തം അധ്വാനം കൊണ്ട് മക്കളെ വളർത്തിയ ഫൗസിയുടെ നിസ്സഹായാവസ്ഥ അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 മക്കളാണ് ഫൗസിയയ്ക്കുള്ളത്. 25 വയസ്സുള്ള മൂത്ത മകൻ ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുകയാണ്. 15 വയസ്സുള്ള മകൾ പഠിക്കുകയാണ്. ഈ ഫൗസിയുടെ ഭർത്താവായ നരാധമൻ മത്സ്യത്തൊഴിലാളിയാണവൻ. അവൻ സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്ഥിരമായി മദ്യപിച്ചും മറ്റ് ലഹരികൾ ഉപയോഗിച്ചും വീട്ടിലെത്തി ബഹളമുണ്ടാക്കുന്നതായിരുന്നു ഇയാളുടെ സ്ഥിരം പരിപാടി. വീട്ടിലവൻ ചിലവിനൊന്നും കൊടുക്കാറേയില്ല. വീട്ടിലെ ചിലവുകൾക്കൊന്നും പണം നൽകാതിരുന്നതോടുകൂടി സ്വന്തം മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് ഫൗസിയ എന്ന് പറയുന്ന പാവം സ്ത്രീ അവർ അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. പല വീടുകളിലും ജോലിക്ക് പോയാണ് ആ പാവം സഹോദരി കുടുംബം പുലർത്തിയത്. സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം ബുധനാഴ്ച രാത്രിയും ഈ വീട്ടിൽ വന്നുകൊണ്ട് ഇവൻ വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി, വലിയ വഴക്കൊക്കെ ഉണ്ടാക്കി. അവൻ്റെ മർദ്ദനങ്ങളും മറ്റുമൊന്നും സഹിക്കാൻ കഴിയാതെ അവസാനം ഫൗസിയ പ്രാണരക്ഷാർത്ഥം അയൽവീട്ടിലേക്ക് ഓടിപ്പോകേണ്ട സാഹചര്യമുണ്ടായി. നാട്ടുകാർ ഇടപെട്ടാണ് അന്ന് ആ ഒരു പ്രശ്നം താൽക്കാലികമായി ശാന്തമാക്കിയത്. എന്നാൽ ഹുസൈൻ എന്ന് പറയുന്ന നരാധമൻ തൻ്റെ മനസ്സിൽ ക്രൂരമായ മറ്റൊരു പദ്ധതി കൂടി തയ്യാറാക്കിയിരുന്നു. അന്ന് രാത്രി വീണ്ടും മദ്യപിച്ചെത്തിയ ഹുസൈൻ എന്ന് പറയുന്നവൻ ഫൗസിയുടെ മൊബൈൽ ഫോണും അതോടൊപ്പം ആധാർ കാർഡും അടക്കമുള്ള എല്ലാ രേഖകളുമെല്ലാം തല്ലി തകർത്തു. എന്നിട്ട് പുലർച്ചെ ഏകദേശം 1 മണിയോടുകൂടി ഉറങ്ങിക്കിടന്നിരുന്ന ഫൗസിയെ ഇവൻ പെട്ടെന്ന് വിളിച്ചുണർത്തുകയാണ്. വലയിൽ മീൻ കുടുങ്ങിയിട്ടുണ്ട്, അതെടുക്കാൻ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നരാധമൻ ആ ഉറങ്ങിക്കിടന്ന പാവം സ്ത്രീയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോകുന്നത്. വിളിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ ആ സഹോദരി വിചാരിച്ചിട്ടുണ്ടാവില്ല അത് തൻ്റെ സ്വന്തം ജീവിതത്തിൻ്റെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രി മുതൽ ഹുസൈനെയും ഭാര്യ ഫൗസിയെയും കാണാനില്ലെന്നാണ് കുടുംബം പരാതി നൽകിയത്. ഈ ഹുസൈൻ്റെ ഒരു രീതി മത്സ്യബന്ധന തൊഴിലാളിയാണ്. കടലിൽ പോവും, അതിനുശേഷം വന്നു കഴിഞ്ഞാൽ നാട്ടിലാണെങ്കിലൊക്കെ മദ്യപിച്ച് എപ്പോഴും നടക്കുന്നയാളാണ്. ഒപ്പം മറ്റ് ലഹരി വസ്തുക്കളും പതിവായിട്ട് ഉപയോഗിക്കുന്നു. ഭാര്യയെ പതിവായിട്ട് മർദ്ദിക്കാറുണ്ട്. ഫൗസി ആവട്ടെ വീട്ടുജോലികളൊക്കെ ചെയ്താണ് ഈ കുടുംബം പുലർത്തിയിരുന്നത്. പല വീടുകളിലും പോയി അവർ ജോലി ചെയ്യും. അതിനുശേഷം അവർ കൊണ്ടുവന്നിരുന്ന ഒരു സമ്പാദ്യമാണ് പലപ്പോഴും ഈ കുടുംബത്തിന് തണലായിരുന്നത്. അങ്ങനെ ഇരുവരും പലപ്പോഴും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഹുസൈൻ മദ്യപിച്ച് വന്ന് പതിവായിട്ട് ഇവരുമായിട്ട് പ്രശ്നമുണ്ടാക്കാറുണ്ട്. ബുധനാഴ്ച രാവിലെയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹുസൈൻ ക്രൂരമായിട്ട് ഈ ഭാര്യ ഫൗസിയെ മർദ്ദിച്ചു എന്നൊക്കെ മക്കൾ പറയുന്നുണ്ട്. അതിനുശേഷം ഹുസൈൻ അവിടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഈ ഭാര്യയുടെ ആധാർ കാർഡും മൊബൈൽ ഫോണും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇയാൾ കേടാക്കുകയും വലിച്ചെറിയുകയും തകർക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം ഇയാൾ പുറത്തേക്ക് പോയി. വീണ്ടും തിരിച്ചു വന്നപ്പോൾ വീണ്ടും മദ്യലഹരിയിലാണ് വന്നത്. ഇയാൾ കിടന്നുറങ്ങി. അതിനുശേഷം രാത്രി 1:30 മണിയോടുകൂടി ഭാര്യയെ വീണ്ടും വിളിച്ച് ഉണർത്തുകയാണ്. കടലിൽ മത്സ്യം ചാകര ഉണ്ടായിട്ടുണ്ട്, മത്സ്യം ഒന്നിച്ച് വന്ന് അടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കടലിലേക്ക് പോകണം എന്ന് പറയുന്നു. അവർ തയ്യാറാകുന്നില്ല. അവരെ നിർബന്ധിച്ച് ഭാര്യയും കൂട്ടി പുലർച്ചെ 1:30 മണിയോടുകൂടി വീട്ടിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ അവരെ പിന്നീട് കാണാതാവുന്നു. മക്കൾ വിചാരിക്കുന്നു അവരെന്തെങ്കിലും ജോലിക്ക് പോയതായിരിക്കും, ബീച്ചിലേക്ക് പോയി. അതിനുശേഷം അവരെ കാണാതാവുമ്പോൾ മക്കൾ വിചാരിക്കുന്നത് എവിടെയെങ്കിലും രാവിലെ ജോലിക്ക് പോയി കാണും എന്നാണ്. പിറ്റേ ദിവസം വൈകിട്ടായിട്ടും മകൾ സ്കൂളിൽ നിന്ന് വന്നപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നില്ല. 2 മക്കളാണ് ഇവർക്കുള്ളത്. 25-കാരനായ യുവാവാണ്, ഒരു ഐസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. 15-കാരിയായ മകളുണ്ട്. ഈ മകൾ സ്കൂൾ വിട്ടു വന്നപ്പോഴും കാണാതായതോടുകൂടിയാണ് പകൽ ഉമ്മയും വാപ്പയും വീട്ടിലുണ്ടായിരുന്നോ എന്ന് അന്വേഷിക്കുന്നത്. പക്ഷേ അവരെ അയൽക്കാരും കണ്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൽ പരാതി നൽകുന്നത്. തിരൂർ പോലീസിൽ പരാതി നൽകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരൂർ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഒരു തുമ്പും ലഭിക്കുന്നില്ല. പിന്നീട് ഈ ഹുസൈൻ്റെ ഫോണ് അല്പം ദൂരെ മാറിയ ഒരു ഭാഗത്തു നിന്ന്, കാവിലക്കാട് ഭാഗത്ത് നിന്ന് ഓണായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ടെത്താൻ കഴിയുന്നില്ല, ഇവരെവിടെയാണെന്ന് അറിയാൻ കഴിഞ്ഞില്ല. ഇതിൻ്റെ തുടർച്ചയായിട്ട് നടത്തിയ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഫൗസിയുടെ മൃതദേഹം കടലിൽ നിന്ന് കടലോരത്ത് തന്നെയുള്ളൊരു ഭാഗത്ത് വെച്ച് തിരൂർ പുഴയിൽ നിന്നും കണ്ടെത്തുന്നത്. ഈ നങ്കൂരമിട്ട ഒരു ബോട്ടിന് അടിയിൽ അതിൻ്റെ നങ്കൂരത്തിന് ചുവട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വലയിൽ കുടുങ്ങിയ മീൻ മാറാനല്ല, മറിച്ച് തൻ്റെ ജീവിത പങ്കാളിയുടെ ജീവനെടുക്കാനാണ് ആ നരാധമൻ ആ സഹോദരി അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയത്. കഴുത്തിൽ വരിഞ്ഞു മുറുക്കി ഫൗസിയെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിൽ കെട്ടി നങ്കൂരത്തിൽ കോർത്ത് തിരൂർ പുഴയുടെ അടിയിലേക്ക് ആ നരാധമൻ
ഫൗസിയുടെ മൃതദേഹം താഴ്ത്തുകയായിരുന്നു. അടുത്ത ദിവസം നേരം പുലർന്നിട്ടും മാതാപിതാക്കളെ കാണാതായതോടുകൂടി മക്കൾ ആശങ്കയിലായി. ജോലിക്ക് പോയതാകുമെന്ന് ആദ്യം കരുതിയെങ്കിലും വൈകുന്നേരമായിട്ടും അവരെക്കുറിച്ച് ഒരു വിവരമില്ലാത്തതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടന്ന തിരച്ചിലിൽ മറ്റൊരു വള്ളത്തിൽ പോയ മത്സ്യത്തൊഴിലാളികളാണ് പുഴയിൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരു ചാക്ക് കണ്ടെത്തിയത്. ചാക്കഴിച്ചു നോക്കിയ നാട്ടുകാരും പോലീസും കണ്ടത് ക്രൂരമായി കൊല്ലപ്പെട്ട ഫൗസിയുടെ മൃതദേഹമാണ്. കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയതിൻ്റെ പാടുകൾ കാണാമായിരുന്നു. ബോഡി കിട്ടിയിട്ടാ, നായരോട്ടിൽ നിന്ന് പോയ ബോഡി കിട്ടിയിട്ടാ സമർകാന്ത് വള്ളത്തിമേൽ. ഫൗസിയെ കഴുത്തുഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആരും കാണാതെ ചാക്കിലാക്കി പുഴയിൽ തള്ളുകയായിരുന്നുവെന്ന് ഇതിലൂടെ വ്യക്തമാണ്. തൻ്റെ ക്രൂരത പുറത്തറിയിക്കാതിരിക്കാൻ വളരെ ആസൂത്രിതമായി മൃതദേഹം പുഴയുടെ അടിത്തട്ടിൽ താഴ്ത്താനാണ് ഇയാൾ ശ്രമിച്ചത്. കൊലപാതകം നടത്തിയതിനു ശേഷം ഇവൻ നാടുവിടാൻ ശ്രമിച്ചു. പക്ഷേ പോലീസ് ഇവനെ കൈയോടെ പിടികൂടി. തിരൂർ പരപ്പനങ്ങാടി റൂട്ടിലോടുന്ന ബസ്സിൽ കയറി അവിടെ നിന്നും നൈസായിട്ട് സ്കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പക്ഷേ പോലീസ് ഇവനെ കൈയോടെ പിടികൂടി. എന്ത് വിചാരിച്ച് ഒരാളെ കൊന്നിട്ട് പോകുന്നല്ലേ അതിന്റെ മോനെ പോലെ സാറേ ഒരു രണ്ടടി അങ്ങനെ വെച്ചോട്ടെ, ഒരു രണ്ടടി അങ്ങനെ വെച്ചോട്ടെ. സാറേ ഒരു രണ്ടടി എല്ലാം ഒരു രണ്ടടി അങ്ങനെ വെച്ചോട്ടെ. അല്ലേ സാറേ അവര് ഇതിങ്ങനെ കൊന്നിട്ട് അവൻ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചേ. സാറേ ഒരടിക്ക് ഒരടി, സാറേ ഒരടി, ഒരടി സാറേ ഒരടി സാറേ കൊന്നിട്ട് എങ്ങനെ കൊണ്ടുപോയി, എല്ലാം എങ്ങോട്ട് കൊണ്ടുപോയി സാറേ. ആ കുട്ടികളെ അമ്മയല്ലേ ആക്കിയത് ആ സൂറ. സ്വന്തം ഭാര്യയെ, 2 മക്കളുടെ ഉമ്മയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും യാതൊരു മാനസിക വിഷമവുമില്ലാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഈ നരാധമൻ. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കുടുംബം പുലർത്താൻ ഫൗസിയ വീട്ടുജോലിക്ക് പോകുന്നതിലുള്ള കടുത്ത അമർഷവും ലഹരി ഉപയോഗവും ഒക്കെയാണ് ഈ ദാരുണമായ സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നോക്ക്, ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇവനൊന്നും കൃത്യമായി ജോലിക്ക് പോയി ചിലവിന് കൊടുക്കുകയുമില്ല. ജോലിക്ക് പോയി എങ്ങനെയെങ്കിലും കുടുംബം പോറ്റാൻ നോക്കുന്ന സഹോദരിയെ ജീവിക്കാൻ സമ്മതിക്കുകയുമില്ല. സ്വന്തം അധ്വാനം കൊണ്ട് മക്കളെ കരകയറ്റാൻ ശ്രമിച്ച ഒരു പാവം സ്ത്രീയുടെ ജീവിതമാണ് ലഹരിയും സംശയരോഗവും കാരണം ദാരുണമായി അവസാനിച്ചത്. ആ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം. ഇനി ആ മക്കളുടെ കാര്യം ആര് നോക്കും? പെട്ടെന്നൊരു ദിവസം തങ്ങളുടെ തണൽ നഷ്ടപ്പെടുമ്പോൾ ആ മക്കൾ അനുഭവിക്കുന്ന മാനസിക വിഷമവും അനാഥത്വവും വാക്കുകൾക്ക് അതീതമാണ്. നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ഹുസൈൻ ശിക്ഷിക്കപ്പെടും. പക്ഷേ ആ മക്കൾക്ക് നഷ്ടപ്പെട്ട ഉമ്മയുടെ സ്നേഹം തിരികെ നൽകാൻ ആർക്കെങ്കിലും കഴിയുമോ? ലഹരിയും ഗാർഹിക പീഡനങ്ങളും എങ്ങനെ ഒരു കുടുംബത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നുവെന്നതിൻ്റെ സങ്കടകരമായ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. ഇതുപോലെയുള്ള നരാധമന്മാരെ ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. നീതിന്യായ വ്യവസ്ഥയിലൂടെ ഈ നരാധമന് അർഹമായ കഠിന ശിക്ഷ ലഭിക്കുമെന്ന് നമുക്കെല്ലാവർക്കും പ്രത്യാശിക്കാം.